എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷിലെ യൂണിറ്റ് 5 ആക്ടിവിറ്റി 1 ഇതുവരെയുള്ള 4 ചാപ്റ്ററുകളുടെ ആക്ടിവിറ്റീസ് മുഴുവൻ നമ്മളിതോടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. വീഡിയോകൾ പ്ലേലിസ്റ്റിലും മറ്റുമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊട്ടും സമയം കളയാതെ തന്നെ ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോവാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ്. ഫാമേഴ്സ് പ്ലാന്റ് ആൻഡ് റീക്യാപ്പ് ദ ക്രോപ്സ്. ടൈലേഴ്സ് സ്റ്റിച്ച് ദ ക്ലോത്ത് ഫോർ ടോപ്സ്. ഹിയർ crops and tops are rhyming words. Find out other rhyming words from the poem. അവിടെ 2 ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈൻസിൽ ക്രോപ്സും ടോപ്സും റൈമിംഗ് വേർഡ്സ് ആണ് എന്ന് പറയുന്നു. ഒരു കവിത നമുക്ക് തന്നിട്ടുണ്ട്. ഈ കവിതയിലെ റൈമിംഗ് വേർഡ്സ് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് നോക്കാം. റൈമിംഗ് വേർഡ്സ് ആർ വേർഡ്സ് ദാറ്റ് സൗണ്ട് ദ സെയിം അറ്റ് ദ എൻഡ്. റൈമിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു എൻഡ് ശബ്ദം, വാക്കല്ല, ആ ഒരു വാക്കിൻ്റെ അവസാനത്തെ അക്ഷരമല്ല, അത് നമ്മൾ പറയുമ്പോൾ ആ ഒരു വാക്കിൻ്റെ സൗണ്ട് സെയിം ആയിട്ട് എൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അവിടെ പറയുന്നത്. ദേ യൂഷ്വലി ഹാവ് സെയിം എൻഡിങ് സൗണ്ട്. അവയ്ക്ക് എന്തായിരിക്കും? സെയിം ആയിട്ടുള്ള എൻഡിങ് സൗണ്ട് ആയിരിക്കും. നോട്ട് നെസസറിലി ദ സെയിം സ്പെല്ലിങ്. സ്പെല്ലിങ് വ്യത്യാസമാണെങ്കിൽ കൂടി ഒരേ തരത്തിൽ സൗണ്ട് അവസാനിക്കുകയാണെങ്കിൽ അവ നമുക്ക് റൈമിംഗ് വേർഡ്സ് ആയിട്ട് കരുതാം. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ക്യാറ്റ്, ഹാറ്റ്, സൺ, ഫൺ, ബോൾ, ടോൾ, പെൻ, ഹെൻ. ഇവയൊക്കെ ആ ഒരു എക്സാമ്പിൾസ് ആയിട്ട് അവിടെ കൊടുത്തതായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഇനി നോക്കാം. സോ മെനി ജോബ്സ് എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു കവിതയുടെ പേര്. ഫാമേഴ്സ് പ്ലാന്റ് ആൻഡ് റീപ് ക്രോപ്സ്. ടൈലേഴ്സ് സ്റ്റിച്ച് ദ ക്ലോത്ത്സ് ഫോർ ടോപ്സ്. ഡോക്ടേഴ്സ് ഹീൽ ദ വീക്ക് ആൻഡ് ഇൽ. Dancers dance for us to chill. Artists draw and paint with flair. Pilots fly the planes in the air. Workers do their jobs with pride. All are equal in their stride. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ജോബിനെ കുറിച്ചിട്ടുള്ള ഒരു പോയമാണ് നമുക്കവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. നമ്മുടെ ആക്ടിവിറ്റി ഫോക്കസ് ചെയ്യുന്നത് റൈമിംഗ് വേർഡ്സിലായതുകൊണ്ട് അതിൻ്റെ ആ ഒരു കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ സമയം ഒട്ടും കളയുന്നില്ല. നമുക്ക് അതിലത്തെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ക്രോപ്സ്, ടോപ്സ് എന്നുള്ളത് ഒരു പെയറായിട്ടുള്ള റൈമിംഗ് വേർഡ്സ് വരും. ഇൽ, ചിൽ, അത് രണ്ടും ആ ഒരു ഇൽ എന്നുള്ള സൗണ്ടിലാണ് അവസാനിക്കുന്നത്. ഫ്ലെയർ, എയർ എന്നുള്ളത് രണ്ടും റൈമിംഗ് വേർഡ്സ് സെയിം സൗണ്ടാണ്. പ്രൈഡ്, സ്ട്രൈഡ്, അതും എന്താണ്? ആ ഒരു സെയിം സൗണ്ടിൽ അവസാനിക്കുന്നത് കൊണ്ട് റൈമിംഗ് വേർഡ്സ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ ആ ഒരു റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് തോന്നുന്നു. സെയിം സൗണ്ട്, സെയിം സ്പെല്ലിംഗ് ആയിരിക്കണമെന്നില്ല, പക്ഷേ സെയിം സൗണ്ടിൽ അവസാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഈ ഒരു റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. കൂടുതൽ പോയംസ് ഒക്കെ കൊടുത്തുകൊണ്ട് കുട്ടികളെ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാം. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.